രാത്രി ഫുഡ് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചെടുത്തോ? അല്ല, വീഡിയോയിൽ ലൈവായിട്ട് കിട്ടിയിട്ട് നിങ്ങൾ പൂ പറിക്കാൻ വന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. നമസ്കാരം, ഞാനൊരു സെൻസസിന്റെ ഭാഗമായി ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി ചോദിച്ചിട്ടില്ല കേട്ടോ വാങ്ങിയത്. ഇൻസ്റ്റാഗ്രാം ഐഡി ചോദിക്കാതെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാട്ടോ ചോദിച്ചത്. എത്ര കാലമായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്. എനിക്ക് എൻ്റെ ഹെയർ ആടാ ഇഷ്ടപ്പെട്ടത്. പ്ലീസ് പ്ലീസ് ഞാൻ പറയട്ടെ, പ്ലീസ് ഇടപെടല്ലേ, പ്ലീസ് പ്ലീസ്. എന്താ പേര്? ആക്ച്വലി ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്ലീസ്. അല്ല, എൻ്റെ പേര് ഫായിസ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആയിപ്പോയി. ആക്ച്വലി എനിക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിലൊക്കെ പോകും. അത്യാവശ്യം ഫിറ്റ്നസ്. വെറുതെ ആവേശത്തിലെടുത്തിയാണ്. എനിക്ക് ഇഷ്ടമായില്ല. എന്ത്? കുട്ടീനെ ഇഷ്ടമായില്ല. ഒരു കാര്യം, എവിടെ പോയാലും നമുക്ക് വേണ്ട. ഞാൻ ഏതെങ്കിലും ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തടസ്സം ഉണ്ടാക്കല്ലേ? ഈ എന്തെങ്ങനെ? ഞാൻ ഏതെങ്കിലും ഒരു കുട്ടീനോട് ഒരു കുട്ടി ഇഷ്ടപ്പെട്ട് പറയാൻ എല്ലാ കുട്ടികളും ഇഷ്ടാവണല്ലോ. നീ അതിന് സമ്മതിക്കില്ലല്ലോ. ഒരു കുട്ടീനെ സെറ്റാക്കാൻ ശരിയാവില്ല. എന്തേ? എന്താ പ്രശ്നം? എന്താ പറയ്? നീ പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടമായതല്ലേ? അതിന് ഇങ്ങനെ തന്നെയല്ലടാ ഒരാളെ പരിചയപ്പെടാ. പരിചയപ്പെടണ്ട. എന്താണ് ഈ സ്വഭാവം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ശരിയാവില്ല. ഒന്ന് വരുമോ? അവൻ കേൾക്കാതിരിക്കണം പ്ലീസ് പ്ലീസ്. വേണ്ട. ഇന്ന് രാത്രി ഫുഡ് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചെടുത്തോ? അല്ല, എനിക്ക് കുട്ടീനെ ഇഷ്ടായി. അയ്യോ, അങ്ങനൊന്നും പറയല്ല. ഞാൻ നിങ്ങളെ പെങ്ങന്മാരായിട്ടാ കാണുന്നത്. ഞാൻ ഈ കുട്ടീനെ മാത്രമേ ക്രഷ് ആയിട്ടാണ്. അല്ലേ? അല്ല, എനിക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടെ. എനിക്ക് കുട്ടീനെ കണ്ടപ്പോ അതൊന്നുമില്ല. ഞാനും ഭയങ്കര മോശമാണ്. അപ്പൊ നമുക്ക് ആർക്കായാലും ഒരു അല്ല, ആരും അത്ര പെർഫെക്റ്റ് ആവില്ലല്ലോ. എനിക്ക് കുട്ടീനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വന്ന് പറഞ്ഞത്. ഇവൻ കുറെ തടസ്സം നിന്നെങ്കിലും പറയാൻ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാ. എപ്പോഴും എന്തേലും പ്രശ്നം ഉണ്ടാക്കും. അതാണ് പ്രശ്നം. ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരന്റെ ഭാവിയിൽ ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് ശരിയാണോ? ഭാവി ഇല്ലാതാവാണ്ടിരിക്കാൻ വേണ്ടി വേണ്ടെന്ന് പറഞ്ഞു. ഓ, എന്നിട്ട് തോന്നാണല്ലോ. അതിനാണ് ചേട്ടൻ ആദ്യം പോയാൽ മതി. അതെ, നമുക്കിപ്പോ സംസാരിച്ച് ശരിയാവില്ല. ഇൻസ്റ്റാഗ്രാം ഐഡി വരും. ഇൻസ്റ്റാഗ്രാമിലില്ല. ഇല്ലേ? അവർക്ക് അസൂയ. ഇൻസ്റ്റാഗ്രാമിലില്ല. ഞാനിത് തള്ളവൈപ്പാണ്. ഇൻസ്റ്റാഗ്രാമിലില്ല. എത്ര പ്രായം? നിങ്ങളോട് പ്രായമൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് തള്ളവൈബ പറഞ്ഞപ്പോ ചോദിച്ചതാ.
ഇല്ല നമ്മള് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കും വിചാരിച്ചു. നമ്മള് ഇവിടുത്തെ സെൻസസ് എടുക്കാൻ വന്നതാണ്. ഇവിടെ ഉള്ള പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഇവിടുത്തെ നോക്കി നടത്തുന്നത്. നമ്മൾ സ്റ്റുഡൻസ് ആണ്, ഇവിടുത്തെ കേരള ശ്രീകൃഷ്ണ കോളേജിലത്തെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് പൂ പറിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പൂ പറിക്കാൻ വന്നതാണോ? അല്ല, വീഡിയോയിൽ ലൈവായിട്ട് കിട്ടിയിട്ട് നിങ്ങൾ പൂ പറിക്കാൻ വന്നതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവരോട്? ക്യാമറയിൽ പൂ പറിക്കില്ല 5 വട്ടം പറയണം. നോക്കി പറഞ്ഞു പൂ പറിക്കില്ല. ഇല്ല, നീയല്ലേ പറഞ്ഞു പൂ പറിച്ചു. നിങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് പറിച്ചിട്ടതല്ലേ ഇതൊക്കെ? ഇപ്പൊ എപ്പോഴാണ് പറിച്ചേ? ഫൈന് വന്നു. പൂ പറിക്കില്ല 5 വട്ടം പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എഗെയിൻസ്റ്റ് ചെയ്യില്ല, ഫൈൻ എടുക്കില്ല. ഓക്കെ, സെക്യൂരിറ്റി ചേട്ടൻ എവിടെ? സെക്യൂരിറ്റി ചേട്ടാ എവിടെ? അപ്പൊ നിങ്ങൾ പൂ പറിച്ചിട്ടില്ല? ഇല്ല, ഉറപ്പല്ലേ? ബാഗിലുണ്ടോ പൂവുണ്ടോ? കാണിച്ചു നോക്കട്ടെ. നമുക്കിത് പൈസ, ഞങ്ങളുടെ ആക്സസറീസ്. ഇത് ഞങ്ങളുടെ ആക്സസറീസ് ആണ്. ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണോ പറയണേ? അപ്പൊ നിങ്ങൾ പൂ പറിച്ചിട്ടില്ല? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. നമസ്കാരം, ഞാനൊരു സെൻസസിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഡെയറാണ്, ഒരു അബു സലീമാണ്. ഒരു ഡെയറായിട്ട് വന്നതാണ്. നിങ്ങളുടെ 4 പേര് ഇൻസ്റ്റാഗ്രാം ആയിട്ട് തരുമോ? സത്യമായിട്ട് ഡെയറാ അവൻ തന്നതാ. പറയണ്ട, ഞാൻ അങ്ങനെ ചോദിച്ചു പറയണ്ട. അത് നിങ്ങളുടെ പേരെന്തായിരുന്നു? രഞ്ജുമ, കീർത്തന, ഓക്കെ, അഞ്ജന. അപ്പോൾ നമ്മൾ ഒരു സെൻസസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോ പേര് പറയോ? അഞ്ജന. ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഒന്ന് തരുമോ? പറയുമോ? അഞ്ജൻ, ഓക്കെ. ID ഒന്ന് പറയാമോ? കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഡെയർ കംപ്ലീറ്റ് ആയി. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഐഡി കിട്ടി. ഞാൻ ID ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ സെൻസസിന്റെ ഭാഗമായിട്ട് എന്ന് പറയട്ടെ അടുത്ത്. അപ്പൊ കുഴപ്പമില്ലല്ലോ, ഡെയർ കംപ്ലീറ്റ് ആയില്ലേ? അയ്യോ, അതിന്റെ ജീവിതം ഇനി ഒന്നും ചെയ്യാനില്ല പൈസ. അതെ, ഞങ്ങളൊരു ചെറിയ വീഡിയോയുടെ ഭാഗമായിട്ട് സെൻസസിന്റെ ഭാഗമല്ല, ഡയറി തന്നതാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചിട്ടില്ല കേട്ടോ വാങ്ങിയത്. ഇൻസ്റ്റാഗ്രാം ID ചോദിക്കാതെ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടാട്ടോ ചോദിച്ചത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളോട്. ഫസ്റ്റ് വന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ ഞാൻ ചോദിച്ചത്. ആദ്യം സെൻസസ് എടുക്കാൻ വന്നിട്ട് അതിന്റെ ശേഷമല്ലേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ച്. കണ്ടില്ലേ, തത്തമ്മ പൂച്ച പൂച്ചാന്ന് പറഞ്ഞ പോലെ പഠിപ്പിച്ച് അവിടെ നിന്ന് വിട്ട് ഇവിടെ നിന്ന് ക്യാരക്ടർ വിടില്ല. പിന്നെ ഈ ക്യാരക്ടർ വിടണമെങ്കിൽ ക്യാമറ നമുക്ക് കട്ട് പറയണം. അത് പറഞ്ഞോ, അപമാനിക്കാണ് നീ. എന്താടാ ചൂടാവലടാ. ഞാൻ ഇല്ലേട്ടോ ഈ പരിപാടിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങള് ഒരു ഡയറിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങൾ 2 പേരും കൂടി ഡയർ നടത്തുന്നത്. ഇത് എവിടെ പോയാലും ഊക്കലാണോ? ഫുള്ള് ഊക്കലാണ്. എന്ത് ചെയ്യാ? ചേട്ടാ എന്താണ്? എത്ര കാലായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്? ഒരുപാട് കാലായില്ലടാ. നീ ഞാൻ പറയട്ടെ, നമ്മള് എടാ നീ എന്താ വിളിച്ചാലൊന്നും വരാത്ത ഇപ്പോ?
എനിക്ക് എന്റെ ഹെയർ ആടാ ഇഷ്ടപ്പെട്ടത്. എന്താ വേറെ പ്രശ്നമുണ്ട് കഷ്ടായി 50 രൂപ അല്ലേ തരാ. എടാ നീ അങ്ങനെയൊന്നും പറയലടാ. എന്ത് വൃത്തികെട്ടവനാ. എനിക്ക് അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല, നിന്നെ തന്നെ ഇഷ്ടപ്പെട്ടത്. നീ ഇവിടെ ഇരിക്കടാ, ഇരിക്കേ, ഞാൻ പറയട്ടെ. ഒരു 50 രൂപ കടം പേടിച്ചു പോകണം. ആരെങ്കിലും ഉണ്ടെന്ന് കൊടുത്ത് തന്നെ ഒന്ന് ഒഴിവാക്കി തരും. എന്താടാ അവനൊക്കെ ഉറങ്ങി കൂടി 50 രൂപ എന്നെ രക്ഷിക്കടാ. എന്ത് വൃത്തികെട്ട. ആരെങ്കിലും വരുവോടാ? ഇവളുടെ കൊച്ചിനെ ആ പാർക്കിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് വാങ്ങി. സോറി, എനിക്ക് 17 വയസ്സായിട്ടുള്ളൂ. ശരിയാവൂല. ഞങ്ങള് പറഞ്ഞ് ഫിനിഷ് ചെയ്തോ. അല്ലെങ്കിൽ വിചാരിക്കും ഇഷ്ടത്തില്ലായിരുന്നു. ആക്ച്വലി ഇത് യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ഒരു കൊച്ചിനെ കൂടി എടുത്തു ഫ്രീയാ. ഞങ്ങൾ ഭർത്താവോ? ഇവര് സീനാണ് കേട്ടോ. ഒരു സീനാണ്. അവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ കൈ കാണിച്ചായിരുന്നു. ഒരു ഹായ് പറഞ്ഞു. കൈ കാണിച്ചാ? ഞാൻ കൈ കാണിച്ചു. ഇവര് നമ്മളെക്കാട്ടി എക്സ്ട്രാ എനർജറ്റിക്കാ, നമ്മളെല്ലാരും എനർജി ഇല്ലാത്ത. പേരെന്തായിരുന്നു? ഗായത്രി. പേരെന്താ? സജീവ് കാർത്തിക. കാർത്തിക തല്ലില്ല എന്നുള്ളത് തന്നെ. 2-3 പ്രാവശ്യം എന്റെ മെക്കെട്ട് യൂട്യൂബില്. ആക്ച്വലി യൂട്യൂബ് ചാനലില് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ നോക്കുമ്പോളേ ഈശ്വര പെട്ടെന്ന് ഓടാനും പറ്റില്ല, ക്യാമറ ലൈവാന്ന് വിചാരിച്ചിട്ട്. എന്താ പേര്? അലീന. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു ഹായ് പറഞ്ഞോളൂ. ഫായിസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. മറ്റേ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? പൂ പറിച്ചിട്ടില്ല, പൂ പറിച്ചിട്ടില്ല, ഞങ്ങൾ പൂ പറിച്ചിട്ടില്ല, ഞങ്ങൾ പൂ പറിച്ചിട്ടില്ല. കൈ കഴുകിയിട്ട് പറ. രണ്ടുപേരും പോവുക കൈ പറിച്ച്. ആരായാലും കണ്ടോന്ന് പറിക്കാൻ തോന്നുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആളുകൾ പൂ പറിക്കണത്. ഇത് ഫോട്ടോ എടുത്ത് തരണം നിങ്ങൾക്ക്. അന്നൊന്നും ഞാൻ എടുത്തു തരാം. രണ്ടുപേരും കൂടെ ഹെൽപ്പ്. നോ ടെൻഷൻ, നോ ടെൻഷൻ. ഇതൊരു എന്റർടൈൻമെന്റ് ചാനലാണ്. അതെ, ഇതൊക്കെ ഒരു സന്തോഷകരമായിട്ട് നിങ്ങളെ ഹാപ്പി ആക്കണം, കാണുന്നവര് ഹാപ്പി ആവണം. അല്ല, ഇത്ര നേരം ഉറങ്ങിയിരുന്ന നിങ്ങളൊന്നും ഉണർന്നില്ലേ? 2 വട്ടം കണ്ണടച്ചു ഫോട്ടോ. എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താ പറഞ്ഞേ? എന്താ ഒന്നുകൂടി പറഞ്ഞാ? അവര് ചോദിച്ചതേ അബൂ സലീമാണോന്നാ ഫസ്റ്റ്. അബൂ സലീമാണോന്ന് ചോദിച്ചേ. ഈ ചെറിയ കുട്ടി വരെ എന്റെ പേര് പറഞ്ഞു. അവിടെ ഫാമിലി ഒക്കെ ഉണ്ടിട്ടാ. കാര്യം പറയാലേ? പറയല്ലേ? നീ കാര്യം പറഞ്ഞോ. അതല്ല, സംഭവം എന്താന്ന് പറയണ്ടേ? കഴിഞ്ഞു. റാൻഡം പ്രാങ്കാണ്. അഥവാ ഇന്ന് നമ്മളിവിടെ വന്നിട്ട് പല ടൈപ്പ് പ്രാങ്കുകൾ ചെയ്യുന്നുണ്ട്. അതിലൊരു ടൈപ്പ് പ്രാങ്കാണ്. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. കൺഫ്യൂഷൻ ആയില്ലേ? അല്ലല്ല, അത് കുഴപ്പമില്ല. അതിടാ, അതിനെന്താ? ഫായിസ് ഇബ്രാഹിം മാറിയിട്ട് അബു സലീം ആയില്ലേ? സേഫാണോ അവിടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണോട്ടാ. ഏത് ആ തമിഴനാ? പുള്ളിങ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ? ഓ ഗോഡ്, നമ്മള് ഒരു വട്ടം ചെയ്ത വീഡിയോയിൽ വീണ്ടും ഒരാൾ ഉണ്ടോ? ഓ മൈ ഗോഡ്, കൺഗ്രാജുലേഷൻസ്. രണ്ട് പെൺപിള്ളേരെ എണീറ്റ് ഓടുന്നതല്ലേ? അതിലൊന്ന് താങ്കളാണ്. അതിനുശേഷം വീഡിയോസ് കാണാൻ തുടങ്ങിയില്ലേ? വീഡിയോസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ഒരു ഹായ് പറഞ്ഞേ, എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ആകെ കൺഫ്യൂഷൻ ആയില്ലേ നിങ്ങള്? ഒരു ഹായ് പറഞ്ഞു. എവിടെ സ്ഥലം നിങ്ങളെ? ഇടമുറി, പത്തനംതിട്ട. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതായിട്ട്? ഏത്? അത് ശരിയാണല്ലോ. ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്യട്ടാ? ഓഫ് ചെയ്യട്ടെ? ഓഫ്